കലിംഗയിലെ പടക്കളത്തിൽ എന്തൊക്കെയാണ് മക്കളെ നടക്കുന്നത്? ബ്ലാസ്റ്റേഴ്സ് നിന്ന് കത്തുവാണോ കത്തിക്കുവാണോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം ആദ്യ പകുതിയിൽ 2 ഗോളുകളുടെ ലീഡ് എടുത്ത ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് സില്ലി എറേഴ്സ് കൊണ്ട് പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹെസിസ് എമിനസും നമ്മുടെ നവാസുദയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിടിലൻ ഗോളുകൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ തുടക്കത്തിൽ തന്നെ 2-0 എന്ന ലീഡിലേക്ക് ഉയർത്തിയതായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോകാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. വളരെ വേഗം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് 2 ഗോളുകൾ ഒഡീഷ എഫ് സി അടിച്ചു കയറ്റി. ആ 2 ഗോളുകളും വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാളി താരമായിട്ടുള്ള സച്ചിൻ സുരേഷിൽ നിന്നും വന്ന കാതലായിട്ടുള്ള പിഴവ് തന്നെയാണ് ഗോൾ വഴങ്ങുന്നതിലേക്ക് നയിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. കാരണം സച്ചിൻ ചില എററുകൾ വരുത്തുന്നുണ്ട്. പക്ഷേ അവസാനം ഒരു ഫിംഗർ ടിപ്പ് സേവും കാര്യങ്ങളൊക്കെ സച്ചിൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സച്ചിനെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. രാഹുൽ കെ പിയും തന്റെ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയുന്നതാണ് ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ആദ്യ പകുതിയിലെ 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയതായിരുന്നു. 18ാമത്തെ മിനിറ്റിൽ നോഹാസുദയുടെ ഒരു കിടിലൻ ഗോൾ, അതിനുശേഷം 21ാമത്തെ മിനിറ്റിൽ ജീസസ് ടിംസിന്റെ ഒരു കിടിലൻ ഗോൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷമാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞു പോയത്. പിന്നെ കൊയഫ് 29ാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോൾ വഴങ്ങി. ഡിയോഗോ മൊറീഷ്യോ 36ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ സച്ചിനെ കബളിപ്പിച്ച് നേടിയതോടുകൂടി 2 ഗോളുകളുടെ ലീഡ് ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ വഴങ്ങി അത്യാവശ്യം മോശം അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ പകുതിയിലെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ ബോൾ പൊസിഷനിൽ ഒഡീഷ എഫ് സിയാണ് മുന്നിൽ നിന്നത്. 6 ഷോട്ടുകൾ ഒഡീഷ എതിർത്തപ്പോൾ 7 ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് എതിർത്തു. 4 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്ക് ഒഡീഷ എതിർത്തപ്പോൾ 3 എണ്ണം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് നിൽക്കാൻ കഴിയത്. ഇവിടെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോഹാസദോയി അവസാന നിമിഷം ആ ഒരു പാസ് നോഹാസദോയെ തന്നെ കണ്ടെത്തിയ സാധനമാണ്. നോഹാസദോയെ ആ ഒരു പാസ് മറിച്ച് ജീസസ് ടിമിൻസിന് നൽകിയിരുന്നെങ്കിൽ നമ്മൾ 3 ഗോൾ ആദ്യ പകുതിയിൽ അടിച്ചേനെ. പക്ഷേ ഈ സാധനം പോയ സാധനം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കിട്ടത്തില്ലല്ലോ.